ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു തകർച്ച, അല്ലെ ഒരു വേദന, ഒരു സങ്കടം എല്ലാ മനുഷ്യർക്കും പല സമയങ്ങളിലായിട്ട് കടന്നു വരും. മനുഷ്യർക്ക് പലവിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ സങ്കീർത്തനങ്ങൾ 42:5 സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുക, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകും എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു തകർച്ച, അതായത് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? അപ്പോൾ യഥാർത്ഥമായിട്ടും ഒരു അനുതാപം, ഒരു ഹൃദയ തകർച്ച അവിടെ ഉണ്ടായി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള തകർച്ചയും സങ്കടങ്ങളും തീർച്ചയായിട്ടും ദൈവം കേൾക്കും. ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക. അവൻ തന്നെയാണ് നമ്മുടെ മുഖപ്രകാശരക്ഷയും ദൈവവും എന്നിങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഇന്നൊരു വിഷയത്തിലോ പ്രശ്നത്തിലോ കടന്നിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഹൃദയം തകരുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ പാപമുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറയുമ്പോൾ, നമ്മൾ കർത്താവ് പറയുന്ന പോലെ തന്നെ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ, ആ ഒരു ഹൃദയത്തിലെ നുറുങ്ങിയ അവസ്ഥ കാണുന്നൊരു ദൈവം തീർച്ചയായിട്ടും നമ്മളെ ശക്തപ്പെടുത്തുന്ന ഒരു വചനമാണ് സങ്കീർത്തനങ്ങൾ 42:5 വാക്യം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഞരങ്ങേണ്ട കാര്യമിനേയില്ല, കർത്താവാണ് നമ്മുടെ മുഖപ്രകാശരക്ഷയും ദൈവവും. അതുകൊണ്ട് ഇന്ന് വിഷമിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം ആശ്വാസം തരട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.